ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1646. ഇന്ന് ജൂലൈ മാസം 3-ാം തീയതി, 185-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് തോമസ് ലീഹായുടെ ദുഃഖറോനോ പെരുന്നാളാണ്, സെന്റ് തോമസ് ഡേ. 4-ാം സുവിശേഷത്തിലൂടെ കടന്നുപോകുന്ന ഏവർക്കും ഒരിക്കലും വിട്ടുകളയാനാവാത്ത, മറന്നുകളയാനാവാത്ത ഒരാൾ തന്നെയാണ് വിശുദ്ധനായ തോമസ് ലീഹ. ആദ്യം 3 സുവിശേഷങ്ങളിലും അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ ഇങ്ങനെ ഒരു പേര് കാണുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒന്നും പരാമർശിക്കുന്നില്ല. എന്നാൽ 4-ാം സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിലാണ് ആദ്യമായി തോമസ് ലീഹ കടന്നു വരുന്നത്. അതും ആരും പ്രതീക്ഷിക്കാത്ത, ആരും പറയാനായിട്ട് ശ്രമിക്കാത്ത, അത്രത്തോളം സാഹസികമായ, ധൈര്യം വേണ്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതെന്താണ്? ഒരാളോടൊത്ത് പോയി മരിക്കാമെന്നാണ് പറയുന്നത്. ഒരാൾക്കൊപ്പമോ ഒരുപാട് ആളുകൾക്കൊപ്പമോ പോയി ജീവിക്കാം എന്ന് ഒരുപക്ഷെ ആരും പറഞ്ഞിരിക്കും. വർത്തമാനകാലത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇന്ന് അതിനും ആരും തയ്യാറാവാത്തൊരു കാലമല്ലേ. ആരുടെ ഒത്തും ജീവിക്കാനായിട്ട് ആർക്കും താല്പര്യമില്ലാത്ത കാലം. പിന്നെയല്ലേ മരിക്കാൻ സ്വയം തയ്യാറാവുക. തോമസ് ലീഹയുടെ വിശ്വാസത്തിന്റെ ആഴം, സ്നേഹത്തിന്റെ ആഴം അത്രത്തോളമാണ്. അതും ക്രിസ്തുയേശുവിനോടുള്ളത്. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശിഷ്യൻ കൂടിയാണ് ഇദ്ദേഹം. ഇങ്ങനെ സംശയാലിയാണ്, അല്പവിശ്വാസിയാണ്. അങ്ങനെയൊക്കെ ഒരു സൂചന എവിടെ നിന്നോ വായിച്ചു കിട്ടുന്നുണ്ട്, വേദപുസ്തകത്തിൽ നിന്നും അല്ലാതെയുമൊക്കെ. ക്രിസ്തുവിന് ഇത്രത്തോളം അഗാധമായി, അന്ധമായി സ്നേഹിച്ച, വിശ്വസിച്ച, പ്രത്യാശ അർപ്പിച്ച അധികം ആളുകൾ ഇല്ല കേട്ടോ. അങ്ങനെ കൂടി ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കണ്ടേ ഈ ദിനത്തിലെങ്കിലും, ഈ ദിവസം മുതലെങ്കിലും. ലാസറിന്റെ മരണവാർത്തയെ തുടർന്നാണ് അങ്ങോട്ട് പോകാനായിട്ട് യേശു ആഗ്രഹിക്കുക, ഒപ്പമുള്ള ശിഷ്യരെ ക്ഷണിക്കുകയാണ്. ശരിക്കും കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ശ്രമിച്ചവർക്കിടയിലേക്കാണ് പോകുന്നത്. മറ്റൊരവസരം കാത്തിരിക്കുകയാണ് അവർ. അതുകൊണ്ട് തന്നെ ഈ യാത്ര മരണത്തിലേക്കാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഒപ്പമുള്ളവർ വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാവും. അപ്പോഴാണ് തോമസ് ലീഹ പറയുക, വരിക, നമുക്കും പോകാം, അവനോടൊത്ത് മരിക്കേണ്ടത്. അതൊരു വലിയ ക്ഷണമായിരുന്നു. അത് കൈമാറിയ ഊർജം വളരെ വലുതായിരുന്നു. അതോടുകൂടിയാണ് ആ സംഘം ചാടി എണീക്കുന്നത്. തോമസ് ലീഹ യുക്തിയെ കൂടി, ബുദ്ധിയെ കൂടി ഒന്ന് കൂട്ടുപിടിക്കുന്നുണ്ട്. എന്തിനാണ്? ഭക്തിയുടെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ. അന്ധമായിട്ട് ഒന്നിനെയും അങ്ങനെ ഏറ്റെടുക്കണ്ട, അംഗീകരിക്കണ്ട. കാലത്തിനനുസരിച്ച് യുക്തിയും ബുദ്ധിയും ഒക്കെ നമ്മളൊന്ന് അപ്ലൈ ചെയ്യണ്ടേ ഏതൊരു കാര്യത്തിലാണെങ്കിലും. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ യേശുവില് അവിശ്വാസമല്ല, സംശയമൊന്നുമല്ല, ഒരു വിശ്വാസത്തിന്റെ നിറവിന് വേണ്ടി, പൂർണ്ണതയ്ക്ക് വേണ്ടി ചില സാധ്യങ്ങളൊക്കെ നല്ലതാണ്. ഞാനും ഒന്ന് ബോധ്യപ്പെട്ടാൽ അവസാനത്തോളം ഞാൻ കൂടെ ഉണ്ടാവും. അത് മരണവും കഴിഞ്ഞ് മരണത്തിലേക്ക് പോലും. അത്രത്തോളം വലിയൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഒരു ഓർമ്മയാണ് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളത്. അങ്ങനെയാണ് തോമസ് ലീഹ ഈ 4-ാം സുവിശേഷത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് കാണുന്നത്. ഈ നല്ലതിൽ, ആ വിശ്വാസത്തിന്റെ, ആ പ്രത്യാശയുടെ അഗാധമായ, അളക്കാനാവാത്ത സ്നേഹത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. ആമേൻ.